ഇന്ന് തംബ്നെയിലിൽ കാണുന്ന പോലെ കർത്താവിന് ഞാനൊരു കത്തെഴുതുവാണ് കേട്ടോ. അപ്പൊ ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള സ്വഭാവമാണ്. കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേല് ഞാൻ കർത്താവിന് കത്തെഴുതും. സ്നേഹം നിറഞ്ഞ ഈശോയ്ക്കെന്നും പറഞ്ഞിട്ടായിരിക്കും എൻ്റെ കത്തിൻ്റെ തുടക്കം. അത് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോലെ നമ്മൾ റഫായിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതൊക്കെ ഇങ്ങനെ, അത് സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും അതിങ്ങനെ എഴുതി തീർക്കുക എന്ന് പറയുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പേപ്പറിൽ നമ്മളിങ്ങനെ എഴുതി എഴുതി അവസാനം അത് ഒന്നുകിൽ നമ്മൾ കത്തിച്ച് കളയോ അല്ലെങ്കിൽ അത് കീറിക്കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നു. പക്ഷെ ഇതൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനത്തെ ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. പണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം എനിക്ക് അത് ഇങ്ങനെ ഞാനിരുന്ന് കത്തായിട്ട് എഴുതും. കത്തായിട്ട് എഴുതിയിട്ട് അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഈശോയുടെ പടത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് അത് കത്തിച്ചു കളയും. കത്തിച്ചു കളയുമ്പോഴത്തേല് അത് പോസ്റ്റ് ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇന്ന് വരെയും അത് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പം വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇപ്പം ദൈവത്തിന് കത്തായിട്ടൊന്നും എഴുതണ്ട, വെറുതെ ഇങ്ങനെ പേപ്പറിൽ എഴുതുക. അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നമുക്ക് ഒരു പ്രത്യേക എനർജിയും നമ്മളുടെ ആ വിഷമമൊക്കെ മാറുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.